പെണ്ണിനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചോണ്ട് പോയിട്ട് ഒടുവിൽ പെണ്ണുമില്ല കാശുമില്ല. അല്ലടാ ബാസ്റ്റേഡ്. അയ്യോ, നീ എന്താ വിചാരിച്ചേ? എന്തെങ്കിലും എന്റെ മുമ്പിൽ ഒന്നും ചാടത്തില്ല. ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2000 രൂപയായി എണ്ണിത്തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ആർ ടോട്ടലി മിസ്റ്റേക്കൻ. പ്ലീസ് ലിസൺ ടു മീ. അഭ്യാസം ഇറക്കാതെ വെയ്യടാ പട്ടി കാശ്. മാന്യത വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പൊയ്ക്കോളൂ എന്ന് കരുതി. എനിക്ക് അതിൽ കുറച്ചുള്ള മാന്യത മതി. എടാ, സ്ട്രീറ്റിൽ നിന്ന് വന്നവനാ ഞാനും. ശരിക്ക് കഷ്ടപ്പെട്ടിട്ടാ കാശുണ്ടാക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്കിനെ കാണിച്ചു തന്നിട്ട് 2000 രൂപ കൊടുത്താൽ അവളെ ബുക്ക് ചെയ്തുകൊണ്ട് തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് കാശും കൊണ്ട് മുങ്ങിയ കള്ളം. 2000 ഉലുവ പോയത് മിച്ചം. ഇന്ന് വരെ പെണ്ണിനെയും കണ്ടിട്ടില്ല, ഇവനെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചായിരിക്കും, പക്ഷെ അത് ഞാനല്ല. സി, എന്റെ അഡ്രസ് കാർഡ്. ഐ എം വിശ്വനാഥൻ. ഇവിടെ ഫീനിക്സ് എക്സ്പോർട്സിലെ പ്രൊഫഷണൽ ഓഫീസറാണ് ഞാൻ. നിങ്ങൾ ഈ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം ബിഫോർ ജമ്പിങ് ഇൻ കൺക്ലൂഷൻസ്. വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. മൈ ഓഫീസ് നമ്പർ ഈസ് ദേർ. യു കാൻ ടോക്ക് ടു മൈ ഓഫീസർ. ഹി വിൽ കൺഫർം മൈ സ്റ്റേറ്റ്മെന്റ്സ്. വണ്ടി കയറ്. അയ്യോടാ വണ്ടിയില്. ഫോൺ ചെയ്യണ്ട, ഞാൻ വരാൻ നിന്റെ കൂടെ. സർ, ഇവിടുന്ന് റൈറ്റ്. അറിയാം, പറഞ്ഞുതരണ്ട. See, this is my office. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് കയറ്റിന്ന്. ഇൻഫാക്ട് ഞാൻ മതി മതി, നീ ആഫീസിൽ കയറ്, ഞാൻ നോക്കട്ടെ. സാറിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം. ഇന്ന് വൈകിട്ട് ഓഫീസ് സർവീസ് കഴിഞ്ഞ് ബൈ 6:37 മിസ്റ്റർ വിശ്വനാഥൻ എന്നെ ഒന്ന് കാണണം. സർ. ഹോട്ടൽ 5-നെ അറിയാം സർ. അവിടെ വന്നാൽ മതി. ഐ വിൽ ബി ദെയർ. സർ. വൈകിക്കരുത്, 7 മണിക്ക് മുമ്പ് എത്തിക്കണം. സർ.
യെസ്. ഭയങ്കര പങ്ക്ച്വലാണല്ലോ. ഇരിക്ക. താനൊരു ഡ്രിങ്ക് കഴിക്കുന്നോ? വേണ്ട സർ, താങ്ക്സ്. അതെന്താ? ഒന്നുമില്ല സർ, വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഓഹോ. ഈ ഹോട്ടലിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സർ, ഇത് ഫസ്റ്റ് ടൈമാ. ഷുവറാണോ? ഓർത്തു നോക്കി. സർ, ഞാന് ഭയങ്കര ഈശ്വര വിശ്വാസിയാ. അത് ഈ 2-2.5 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. അറിയാം സർ. എന്റെ ഭക്തി ഷോ അല്ല, ഉള്ളി തട്ടിയതാ. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടാൻ തുടങ്ങിയാലും എനിക്ക് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റില് എങ്ങനെങ്കിലും ഞാൻ അതിന് തട്ടി മാറും. തന്നെ അടുത്ത മാസം പെർമനന്റ് ആക്കി തൂത്തുക്കുടിയിൽ ഓപ്പൺ ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിന്റെ ചാർജ് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന. എനിക്കത് പറ്റിപ്പോയേനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈശ്വര വിശ്വാസം. അല്ല സർ, ഒരു പക്ഷേ 1 മാസം കഴിഞ്ഞാണ് കുര്യച്ചൻ നിന്നെ കാണുന്നതെങ്കിൽ നീ ഒരിക്കലും എക്സ്പോസ്ഡ് ആവുകയില്ലായിരുന്നു. നമ്മൾ തമ്മിൽ അന്ന് കണ്ടില്ലല്ലോ. സാർ, ഞാൻ ജീന ജോസഫിന് കൊടുക്കാനെന്നും പറഞ്ഞ് കുര്യച്ചന്റെ നീ വാങ്ങിച്ച 2000 രൂപയില് 1000 ഇട്ടത് ഞാനാ. അത് നീ അറിഞ്ഞില്ല അല്ലേടാ ബാസ്റ്റേർഡ്. നീ വിടല്ലേ അങ്ങനെ പോയാലോ? ഇങ്ങോട്ട് മിണ്ടരുത്. മതി. ചട്ടപ്പിന് നമ്മൾ ഉത്തരം പറയണം. പൊയ്ക്കോട്ടെ എരപ്പാളി. അവന്റെ കാശ് കിട്ടാനല്ലേ നിനക്ക് തന്നത്. ഇത്രയും നാൾ നല്ല പിള്ള കളിച്ച് എന്നെ എന്റെ ബിസിനസിനെ ചീറ്റ് ചെയ്തേനാ. മേലാലി അഭ്യാസം വേറെ ഒരിടത്ത് നീ ഇറക്കരുത്. സാർ, ഞാനല്ല നിങ്ങളെ ചീറ്റ് ചെയ്ത്. എന്നെ പോലെ ഇരിക്കുന്ന വേറെ സിറ്റിയിലുണ്ട്. വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് മീ. അവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈസ് എ വാണ്ടഡ് ക്രിമിനൽ. പിന്നെ മടിയാക്കാൻ നോക്കുന്നു. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് റൂം. ഓൾറൈറ്റ് ബാസ്റ്റേർഡ്. ഓടിറങ്ങി. എടാ പിമ്പ് റാസ്കൽ, നാളെ മുതൽ നിന്നെ എന്റെ ഓഫീസിൽ കണ്ടുപോരുത്. ഓഫീസിലെന്നല്ല, അറിയാതെ പോലും എവിടെങ്കിലും വെച്ച് എന്റെ മുമ്പിൽ ഒന്ന് ചാടിപ്പോയാൽ ദാറ്റ് വിൽ ബി യുവർ ഫ്യൂണറൽ. എന്താ ആശാനെ, കോടവല്ലാണോ? പോടാ.